ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതം എന്ന വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? യെസ്, അലമാരയിലെ കൂട്ടുകാർ എന്ന പാഠഭാഗമായിരുന്നു അല്ലേ. ഫ്രണ്ട്സ് ഇൻ ദി ഷെൽഫ് എന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ വർക്ക് ബുക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി ഇപ്പം പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്ത കൂട്ടുകാർ ചിലപ്പോൾ മുന്നേയുള്ള ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പം മക്കൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകളുണ്ട് കേട്ടോ, അതുവഴി കാണാം. അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ എക്സാം ആവുന്ന സമയത്ത് മക്കൾക്ക് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് റിവിഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നോക്കിയേ, ആരും വലിയവരല്ല എന്ന വർക്ക് ഷീറ്റാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ. നോ വൺ ഈസ് ഗ്രേറ്റസ്റ്റ് എന്നുള്ള ആക്ടിവിറ്റിയാണ് ഇന്ന് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മക്കളുടെ ചോദ്യം നോക്കിക്കേ. റൗണ്ട് ദി ബിഗ് നമ്പർ ഇൻ ഈച്ച് റോ എന്നാണ് പറയേണ്ടത്. എന്താണ് മക്കളെ? റൗണ്ട് ദി ബിഗ് നമ്പർ ഇൻ ഈച്ച് റോ. അതായത് നോക്കിക്കേ മക്കളെ, ഓരോ വരിയിലും വലിയ സംഖ്യയ്ക്ക് വട്ടമിടൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കുറേ നമ്പേഴ്സ് തന്നത് കണ്ടോ മക്കളെ? ഇത് 1ാമത്തെ വരി, ഇത് 2ാമത്തെ റോ, ഇത് 3ാമത്തെ റോ, ഇത് 4ാമത്തെ റോ, ഇത് 5ാമത്തെ റോ. ഇങ്ങനെ 5 റോ അല്ലേ, 5 വരികളാണ് തന്നിട്ടുള്ളത്. അപ്പം ഓരോ റോയിലെയും വലിയ നമ്പറിന് വട്ടമിടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കറിയാം എങ്ങനെയാണ് ലാർജസ്റ്റ് നമ്പർ, എങ്ങനെയാണ് സ്മോളസ്റ്റ് നമ്പർ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ ക്ലാസ് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് മിസ് ഒരിക്കൽ കൂടി പറയാം. മിസ് ഇവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതാണ് കേട്ടോ. അപ്പം മിസ് എഴുതി 20, 10, 33, 45, 50 ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് മിസ് എഴുതി. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ സംഖ്യേനെ കണ്ടെത്തണം, അതുപോലെ തന്നെ ഏറ്റവും വലിയ സംഖ്യേനെ കണ്ടെത്തണം. ഓക്കെ മക്കളെ, ഇങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുക? ഇങ്ങനെയായിരുന്നു. നമുക്കിപ്പം 2 അക്ക സംഖ്യകളാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 2 അക്ക സംഖ്യയിൽ തന്നിട്ടുള്ള എല്ലാ സംഖ്യയുടെയും ആദ്യ നമ്പർ നോക്കുക. ഇവിടെ 20 അഥവാ 20ൽ ആദ്യത്തെ നമ്പർ ഏതാണ്? 2 ആണ്. അടുത്തത് ഏതാണ്? 1 ആണ്. ഇവിടെ എത്തുമ്പോൾ 3, ഇവിടെ 4, ഇവിടെ 5 അല്ലേ. ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ സർക്കിൾ ചെയ്തിട്ടുള്ളത്? 2, 1, 3, 4, 5 ആണ്. ഓക്കെ മക്കളെ, ഞാൻ മിസ് ചോദിച്ചോട്ടെ, ഇതിൽ 2 ആണോ, 1 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ ചെറിയ നമ്പർ? ഏതാണ്? 1 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ സംഖ്യ. ഇനി തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ നമ്പർ നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സർക്കിൾ ചെയ്തിട്ടുള്ള നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലിയ നമ്പർ ഏതാണ് മക്കളെ? 2 ആണോ, 1 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ? യെസ്, 5 ആണ് അല്ലേ. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 50 ആണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് കുറേ നമ്പേഴ്സിൻ്റെ കൂട്ടം തരികയാണെങ്കിൽ അതിൽ ആദ്യത്തെ നമ്പർ ഏത് സംഖ്യയാണോ വലുത് വരുന്നത് അതായിരിക്കും എന്താ തന്നിട്ടുള്ളതിൽ വലിയ സംഖ്യ. ഇനി ആദ്യത്തെ നമ്പർ ചെറുത് ഏതാണോ വരുന്നത് അതായിരിക്കും തന്നിട്ടുള്ളതിൽ ചെറിയ സംഖ്യ. ഇനി ഇവിടെ നോക്കിക്കുക മക്കളെ, മറ്റൊരു കേസ് പറയുകയാണ്. നമ്മളിപ്പം 15, 20, അതുപോലെ തന്നെ 25, 30, 32 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യണം? ചെറിയ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ ചെറിയ നമ്പർ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിലെയും ആദ്യത്തെ നമ്പേഴ്സ് നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കുക മക്കളെ, 1, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 3 ആണ് അല്ലേ. അപ്പോൾ 2 ആണോ, 1 ആണോ, 3 ആണോ സ്മോളസ്റ്റ് എന്ന് പറയുന്നത്? 1 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ചെറിയ നമ്പർ 15 ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ളതിൽ വലിയ നമ്പറാണ് കണ്ടെത്തേണ്ടത്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള നമ്പേഴ്സിൽ ആദ്യ സംഖ്യകൾ നോക്കണം അല്ലേ. ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്. അപ്പം 3ഉം 2 ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്കറിയാം 2, 3 തരികയാണെങ്കിൽ ഏതാണ് അതിൽ വലിയ നമ്പർ എന്ന് പറയുന്നത്? യെസ്, 3 ആണ് അല്ലേ. അപ്പം നോക്കിക്കേ മക്കളെ, 3 വരുന്നതാണ് വലിയ സംഖ്യ. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ ഒരു സംഖ്യയ്ക്കും ആദ്യത്തെ നമ്പർ ഏതാണ്? 3 ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ നമ്പർ വലുത് ഏതാണോ അതായിരിക്കും വലിയ സംഖ്യ. പക്ഷേ ഇവിടെ 2 നമ്പറിലും 3 വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, തൊട്ടടുത്ത നമ്പർ നോക്കണം അല്ലേ. ഓക്കെ മക്കളെ, ഈ ഒരു 30 എന്നുള്ളതിൽ 2ാമത്തെ നമ്പർ ഏതാണ് വരുന്നത്? 0 ആണ് വരുന്നത്. 32 എന്നുള്ള സംഖ്യയിൽ 2ാമത്തെ നമ്പർ ഏതാണ്? 2 ആണ് വരുന്നത്, 2 ആണ് വരുന്നത്. മിസ് ചോദിച്ചോട്ടെ, 0 ആണോ 2 ആണോ വലുത്? നമുക്കറിയാം 2 ആണ് വലുത്. അപ്പം ഏതായിരിക്കും തന്നിട്ടുള്ളതിൽ വലിയ സംഖ്യ? 32 ആയിരിക്കും. അപ്പം നിങ്ങൾ അതേ രീതിയിൽ ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇനി ഇങ്ങനെ ഒരു നമ്പറിൻ്റെ സെറ്റ് തരികയാണെങ്കിൽ വലിയ നമ്പർ ഏതാണ്, ചെറിയ നമ്പർ ഏതാണ് എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് പറ്റില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചോദ്യത്തിലോട്ട് പോകാം. നമ്മളോട് പറഞ്ഞത് എന്തായിരുന്നു? വലിയ സംഖ്യയ്ക്ക് വട്ടമിടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 23, 32, 26, 34, 17, 24
ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ മിസ് സർക്കിൾ ചെയ്യുന്നതിൽ വലിയ നമ്പർ ഏതാണെന്ന് മക്കൾ പറയണം കേട്ടോ. സർക്കിൾ ചെയ്തിട്ടുള്ളതിൽ വലിയ നമ്പർ ഏതാണെന്ന് നിങ്ങൾ പറയണം. 2 ഉണ്ട്, 3 ഉണ്ട്, 2, 3, 1, 2. അപ്പം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പം നമുക്കറിയാം എന്താണ് 3 ആണ് തന്നിട്ടുള്ളതിൽ വലിയ നമ്പേഴ്സ് ഇല്ലേ. ഇനി നമ്മൾ എന്താ നോക്കണം മക്കളെ, 3 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കണം. ഇവിടെ 32 വരുന്നുണ്ട്, 34 വരുന്നുണ്ട് അല്ലേ. ഈ 2 നമ്പേഴ്സിൽ വലുതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് നമ്പർ നോക്കൂ അല്ലേ. ഇവിടെ എത്രയാണ് സെക്കൻഡ് നമ്പർ വരുന്നത്, 2 ആണ്. ഇവിടെ എത്രയാണ് വരുന്നത്, 4 ആണ്. അപ്പോൾ 2 ആണോ 4 ആണോ വലുത് മക്കളെ? ഓഫ് കോഴ്സ് നമുക്കറിയാം എന്താണ് 4 ആണ് ലാർജസ്റ്റ് നമ്പർ, വലിയ സംഖ്യ. അപ്പോൾ തന്നിട്ടുള്ളതിൽ വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, 34 ആണ്. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? ഇനി നെക്സ്റ്റ് വരി നോക്കിക്കേ. 53, 38, 36, 27, 88, 63 അല്ലേ. 53, 13, 36, 27, 18, 63 അല്ലേ. ഇവിടെ ഏതാണ് മക്കളെ? നമുക്ക് ഫസ്റ്റ് നമ്പർ നോക്കുകയാണെങ്കിൽ ഇവിടെ 5 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 6 ആണ്. 6 വന്നതുകൊണ്ട് തന്നെ ഇതായിരിക്കും എന്താ വലിയ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ എല്ലാവർക്കും? അപ്പോൾ ഏതാണ് നമുക്ക് തന്നിട്ടുള്ളതിൽ വലിയ നമ്പർ എന്ന് പറയുന്നത്? 63 ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് സർക്കിൾ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് റോ നോക്കിക്കുക മക്കളെ. ഇവിടെ 57, ഇവിടെ 48, 58, 47, 62, 43. ഇവിടെ നോക്കിക്കുക മക്കളെ, തന്നിട്ടുള്ളതിൽ ഇതാണ് വലിയ നമ്പർ അല്ലേ. 6 വരുന്നതാണ്, 6 ആണ് അതിൽ തന്നിട്ടുള്ളതിൽ വലിയ സംഖ്യ അല്ലേ. ഇനി അടുത്ത് നോക്കിക്കുക മക്കളെ, 65, 73, 28, 61, 54, 49. ഇതിൽ ആദ്യം വന്നിട്ടുള്ള നമ്പർ ഏതാണ്, വലിയ നമ്പർ ഏതാണ്? 7 ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 73 കേട്ടോ. അടുത്ത നോക്കിക്കുക മക്കളെ, 25, 20, 31, 42, 39, 48 അല്ലേ. അപ്പോൾ ഏതാണ് മക്കളെ? 4 ആണ് വലിയ സംഖ്യ വരുന്നത്. പക്ഷേ ഇതും 42 ഉണ്ട്, 48 ഉണ്ട് അല്ലേ. രണ്ടിൻ്റെയും തുടക്കത്തിൽ എന്താണുള്ളത്, 4 ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ നമ്പർ നോക്കണം. അപ്പോൾ ഇവിടെ 2 ആണ്, ഇവിടെ 8 ആണ്. 2 ആണോ 8 ആണോ വലുത്? നമുക്കറിയാം 8 ആണ് വലുത്. അതുകൊണ്ട് തന്നിട്ടുള്ളതിൽ 48 ആണ് ലാർജസ്റ്റ് നമ്പർ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി മക്കളെടുത്ത് പറഞ്ഞത് ഓരോ വരിയിലെയും വലിയ സംഖ്യകൾ കളത്തിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദി ലാർജസ്റ്റ് നമ്പർ ഇൻ ഈച്ച് റോ. ഓരോ റോയിലെയും ലാർജസ്റ്റ് നമ്പർ, അതായത് വലിയ സംഖ്യ തന്നിട്ടുള്ള ബോക്സിൽ എഴുതാനാണ് മക്കളെടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ റോത്തത് എഴുതാം. ഏതായിരുന്നു? 34, അടുത്തത് 63, then 62, 73, പിന്നെ വരുന്നത് ഏതാ? 48 അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മക്കൾ ഇത്തരത്തിൽ എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോയാലോ? അവിടെ തന്നെ നമുക്ക് ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദി ലാർജസ്റ്റ് നമ്പർ ഇൻ ദി ബോക്സ് എന്നാണ് ചോദിച്ചത്. അതായത് ഇവയിൽ വലിയവൻ ആര്? ഈ ബോക്സ് തന്നിട്ടുള്ള ബോക്സിൽ വലിയ നമ്പർ ഏതാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ആദ്യത്തെ നമ്പർ നോക്കണം. ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്, ഇവിടെ 7 ആണ്, ഇവിടെ 4 ആണ്. ഏതാണ് വലുത്? 7 ആണ് വലുത് അല്ലേ. അപ്പോൾ ഏതായിരുന്നു? 73 ആണ് കേട്ടോ. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ഞാനാണ് വലുത് എന്നുള്ള ഡയലോഗൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഐ ആം ദി ലാർജസ്റ്റ്. ആരാണ് ലാർജസ്റ്റ് നമ്പർ? 73 ആണ് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അവിടെ മറ്റൊരു നമ്പർ തന്നിട്ടുണ്ട്. ഏതാണ് മക്കളെ? 75 ആണ് അല്ലേ. 75. അപ്പോൾ 75 എന്താണ് പറയുന്നത്? ഇവിടെ നമ്മുടെ 73 പറയുന്നുണ്ട് ഐ ആം ദി ലാർജസ്റ്റ്, ഞാനാണ് വലിയവൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ 73യോട് 75 എന്താണ് പറയുന്നത്? ഐ ആം ലാർജർ ദാൻ യു. ഐ ആം ലാർജർ ദാൻ യു എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നിന്നേക്കാളും വലുതാണ് ഞാൻ എന്നാര് പറയുന്നുണ്ട്? 75 നമ്മുടെ 73യോട് 73നോട് പറയുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. എല്ലാവരും നെക്സ്റ്റ് പേജ് എടുത്തേ മക്കളെ. വർക്ക്ഷീറ്റ് 57 കേട്ടോ. ഓക്കെ, നോക്കിക്കേ മക്കളെ. ഐ ആം 9. ഐ ആം സ്മാളർ ദാൻ യു. I am the largest of the one-digit numbers I have made. When 9 ones are added, I have 3 3s together. I am larger than 8. I am the sum of 5 and 4. 2 4s and 1 make me. If 1 is gone from 10, then I am the answer. ഏതാണ് മക്കളെ ആൻസർ? നോക്കിക്കേ, മലയാളം മീഡിയത്തിലോട്ട് വരുമ്പം എന്താണ്? ഞാൻ 9 നിന്നേക്കാൾ ചെറിയതാ. എന്താണ്? ഞാൻ 9 നിന്നേക്കാൾ ചെറിയതാ. ഒരക്ക സംഖ്യകളിൽ വലിയതാ. 9 ഒന്നുകൾ കൂടിയാൽ ഞാനാവും. 3 3 ചേർന്നതാ. 3 3 ചേർന്നതാ.
8നേക്കാൾ വലിയതാ, 5ഉം 4ഉം ചേർന്നതാ, രണ്ടു നാലുകളും 1ഉം ചേർന്നതാ, 2 നാലുകളും 1ഉം ചേർന്നാൽ ഞാനാകും, 10ൽ നിന്ന് 1 പോയാൽ ഞാനാവും അല്ലേ. അപ്പോൾ ആരാണ് പറയുന്നത്? 9 പറയുന്നത് അല്ലേ. 9 ആരോട് പറയാണ്? 10നോട് പറയാണ്. എന്താണ്? നിന്നെക്കാൾ ചെറിയതാ. എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നെക്കാൾ ചെറിയതാണ് അല്ലേ മക്കളെ. 10നേക്കാൾ ചെറിയ നമ്പറാണ് ഇത് 9 വരുന്നത് അല്ലേ. പിന്നെ എന്താണ് പറഞ്ഞത്? ഒരക്ക സംഖ്യകളിൽ വലിയതാ. ഒരക്ക സംഖ്യയിൽ വലിയതാ അല്ലേ മക്കളെ. ഒരക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1 2 3 4 5 6 7 8 9 വരെയാണ് 1 ഡിജിറ്റ് അല്ലേ ഒരക്ക സംഖ്യകൾ ഉള്ളത്. അതിൽ ഏറ്റവും വലുത് ആരാണ്? 9 തന്നെയാണ് അല്ലേ. അടുത്തത് നോക്കിക്കേ മക്കളെ. 9 ഒന്നുകൾ കൂടിയാൽ ഞാനാവും അല്ലേ മക്കളെ. 9 പ്രാവശ്യം 1നെ ആഡ് ചെയ്ത് വരികയാണെങ്കിൽ ആരാവും മക്കളെ? എത്രയാണ് ആൻസർ കിട്ടുക? 9 ആൻസർ കിട്ടുക അല്ലേ. എത്രയാണ് മക്കളെ? 9 ഒന്നുകൾ ചേർന്നാൽ ഞാനാവും അല്ലേ. പിന്നെ നമ്മളോട് എന്താ പറയുന്നത്? 3 മൂന്നുകൾ ചേർന്നാൽ ഞാനാവും. 3 പ്രാവശ്യം 3നെ കൂട്ടിയാൽ ഞാനാവും. അതായത് 3 കൂട്ടണം 3 ചെയ്താൽ എത്രയാണ് മക്കളെ? 9 ആൻസർ കിട്ടുക. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? 8നേക്കാൾ വലിയതാ അല്ലേ മക്കളെ. 8ലേക്ക് 1 കൂടി ചേർത്താലാണ് എന്താവുക? 9 ആവുക അല്ലേ. പിന്നെ നമ്മളോട് പറഞ്ഞു 5ഉം 4ഉം ചേർന്നതാ. അതായത് 5 കൂട്ടണം 4 ചെയ്താൽ എത്രയാ മക്കളെ നമുക്ക് കിട്ടുക? 9 കിട്ടും. പിന്നെ നമ്മളോട് എന്താ പറഞ്ഞത്? 2 നാലുകളും 1ഉം ചേർന്നാൽ ഞാനാകും. 2 നാലിൽ അപ്പം 4 കൂട്ടണം 4 2 നാലായില്ലേ. അതിലേക്ക് 1 കൂടി ചേർന്നാൽ ഞാനാകും എന്നാണ് പറഞ്ഞത്. 4 കൂട്ടണം 1 ചെയ്താൽ എത്രയാണ്? 9. ഇനി അടുത്തത് പറഞ്ഞത് 10ൽ നിന്ന് 1 പോയാൽ ഞാനാവും. 10ൽ നിന്ന് 1 പോയാൽ ശരിയല്ലേ മക്കളെ. 10 എണ്ണത്തിൽ നിന്ന് 1 മാറിയാൽ എത്രയാണ്? 9 എണ്ണമാണ് ആവുക. അപ്പോൾ 9നെ കുറിച്ചാണ് ഇങ്ങനെ അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്. മറ്റേതെങ്കിലും ഒരു നമ്പറിനെ കുറിച്ച് മക്കൾ ഇത്തരത്തിൽ എഴുതി നോക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ 9നെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്തരത്തിൽ മറ്റേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് മക്കൾക്ക് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചെറുതും വലുതും എന്നുള്ളൊരു പ്രവർത്തനമാണ്. നോക്കിക്കേ മക്കളെ. സ്മോൾ ആൻഡ് ലാർജ് എന്നുള്ളതാണ്. ഓക്കെ നോക്കിക്കേ. സീ ദി നമ്പർ കാർഡ്സ്. നമുക്ക് അവിടെ കുറച്ച് നമ്പർ കാർഡ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ നോക്കിക്കേ. 45 8 16 23 3 48 27 19 31 അല്ലേ. 45 8 16 23 3 48 27 19 31 ഇത്രയും നമ്പർ കാർഡ്സ് അല്ലേ നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ. എന്നിട്ട് മക്കളുടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നൗ റൈറ്റ് ദി ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കൾ ആദ്യ ചോദ്യം നോക്കിക്കേ. ദി സ്മോളസ്റ്റ് നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കവിടെ തന്നിട്ടുള്ള നമ്പർ കാർഡ്സിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ? ചെറിയ സംഖ്യ ഏതാണ് തന്നിട്ടുള്ള നമ്പർ കാർഡിൽ? നമുക്കറിയാമല്ലേ ഇവിടെ ഏതാണ് തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറുത്? യെസ് 3 ആണ് ഏറ്റവും ചെറിയ സംഖ്യ വരുന്നത് അല്ലേ. ഇനി ഏറ്റവും വലിയ സംഖ്യ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ മക്കളെ. ഇവിടെ 4 ഒന്ന് വലുതുണ്ട്, ഇവിടെയും ഒരു 4 വലുതുണ്ട് അല്ലേ. 45 ഉണ്ട് 48 ഉണ്ട്. ഏതാണ് വലുത്? നമ്മൾ പഠിച്ചു അല്ലേ. ഏതാണ് വലുത്? 48 ആണ്. ദെൻ 20നേക്കാൾ ചെറിയ സംഖ്യകളാണ് അടുത്തത് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമ്പർ സ്മോളർ ദാൻ 20 അല്ലേ. അതായത് 20നേക്കാൾ ചെറിയ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് മക്കളെ 20നേക്കാൾ ചെറിയ സംഖ്യ? ഒന്ന് നമുക്കറിയാം 3 ആണ് അല്ലേ. 3 ഉണ്ട്. പിന്നെ ഒന്ന് ഏതാണ്? 8 അല്ലേ. പിന്നെ അതുപോലെ തന്നെ 16 അതായത് 16. പിന്നെ അതുപോലെ തന്നെ 19 അല്ലേ 19. ഇതെല്ലാം എന്താണ് മക്കളെ? 20നേക്കാൾ ചെറിയ സംഖ്യകളാണ് അല്ലേ. ഓക്കെ മക്കളെ. ദെൻ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. നമ്പേഴ്സ് ബിറ്റ്വീൻ 30 ആൻഡ് 40 അല്ലേ. നമ്പേഴ്സ് ബിറ്റ്വീൻ 30 ആൻഡ് 40 അതായത് 30നും 40നും ഇടയിലുള്ള സംഖ്യകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിനൊക്കെ ഇടയിലാണ് മക്കളെ? 30നും 40നും ഇടയിലുള്ള ഏതൊക്കെ നമ്പേഴ്സാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ. ഏതൊക്കെയാണ് 30ൻ്റെയും 40ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും മക്കളെ? 30 കഴിഞ്ഞിട്ട് 31 32 33 എന്നിങ്ങനെ തുടങ്ങിയിട്ട് 39 വരെയുള്ള നമ്പേഴ്സിൽ ഏതൊക്കെയാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ.
അപ്പം 30നും അതുപോലെ തന്നെ 40നും ഇടയിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് നമുക്കിവിടെ ഉണ്ട് അല്ലേ? ഏതാണ്? 30 കഴിഞ്ഞിട്ട് 31 നമുക്കിവിടെ ഉണ്ട്. പിന്നെ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കിക്കുക മക്കളെ. വേറെ ഏത് നമ്പേഴ്സും ഇല്ല അല്ലേ? അപ്പോൾ ഏത് മാത്രമേ വരുന്നുള്ളൂ? 13 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 31. നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ, എന്താണ് മക്കളെ ഗ്രേറ്റർ ദാൻ 31 എന്ന് പറഞ്ഞാൽ 31നേക്കാൾ വലിയ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. നമുക്ക് തന്നിട്ടുള്ളതിൽ 31നേക്കാൾ വലുത് ഏതൊക്കെയാണ് മക്കളെ? 31നേക്കാൾ വലുത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 31 അതിൽ ഇൻക്ലൂഡ് ചെയ്യണോ? വേണ്ട അല്ലേ? അതിനേക്കാൾ വലിയ സംഖ്യകൾ. അപ്പോൾ നോക്കിക്കുക മക്കളെ, ഇവിടെ ഏതുണ്ട്? 45 ഉണ്ട്, 48 ഉണ്ട് അല്ലേ? 45 ഉണ്ട്, അതുപോലെ തന്നെ 48 ഉണ്ട്. ഇതൊക്കെ എന്താണ് മക്കളെ? 31നേക്കാൾ വലിയ സംഖ്യകളാണ്. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ബാക്കിയെല്ലാം അതിനേക്കാൾ ചെറുതാണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് സംഖ്യാ കാർഡിലെ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി എഴുതുക. എന്താണ് മക്കളെ പറഞ്ഞത്? റൈറ്റ് ദി നമ്പേഴ്സ് ഫ്രം ദി സ്മോളസ്റ്റ് ടു ദി ലാർജസ്റ്റ് എന്നാണ് പറയുന്നത്. സ്മോളസ്റ്റ് ടു ദി ലാർജസ്റ്റിൽ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെയുള്ള നമ്പേഴ്സിന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ ആദ്യം ഏത് വരും? തന്നിട്ടുള്ളതിൽ ആദ്യം ചെറുത് ഏതാണ്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ചെറിയ നമ്പർ ഏതാണ്? ഫസ്റ്റിന് നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു, തന്നിട്ടുള്ളതിൽ ചെറിയ നമ്പർ ഏതാ എന്ന് നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ആണ് ചെറിയ നമ്പർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം? 3 എഴുതാം. എഴുതി കഴിഞ്ഞാൽ മക്കൾ ആ നമ്പർ അങ്ങ് ക്രോസ് ചെയ്ത് വെട്ടിക്കോളൂ കേട്ടോ. എങ്കിലും മക്കൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ മിസ്റ്റേക്കൊന്നും പറ്റാത്ത രീതിയിൽ മക്കൾക്ക് ഇങ്ങനെ ക്രമമായി എഴുതാൻ കഴിയുള്ളൂ. ഇത്തരത്തിൽ എപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരും, അതായത് സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ പറയുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുക? എഴുതിയ സംഖ്യകൾ അങ്ങനെ വെട്ടിക്കളഞ്ഞ് പോയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ 3 കഴിഞ്ഞു. ഇനിയുള്ള ബാക്കിയുള്ള സംഖ്യകളിൽ നിന്ന് ചെറുതേതാണ് മക്കളെ? യെസ് 8 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് 8 എഴുതി. ഇനിയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? അതിൽ ചെറുത് ഏതൊക്കെയാണ് മക്കളെ? ഇവിടെ 16 ഉണ്ട് അല്ലേ? ആദ്യത്തെ സംഖ്യ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ് അല്ലേ? 1 വരുന്ന 2 നമ്പേഴ്സ് ഉണ്ട്, 16 ഉണ്ട് 19 ഉണ്ട്. അതിൽ ചെറുത് ഏതാണ് മക്കളെ? നമുക്കറിയാം 16 ആണ്. അപ്പോൾ 16 എഴുതി. പിന്നെ ഏത് വരും? യെസ് 19 വരും. ഓക്കെ മക്കളെ, ഇനിയുള്ളതിൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ആണല്ലേ? 23ഉം 27ഉം ആണല്ലേ? 23ഉം 27ഉം. അതിൽ ചെറുതേതാണ്? 23 ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതി, അതിനെ വെട്ടിക്കളഞ്ഞു. പിന്നെ നമ്മൾ ഏത് എഴുതി? 27 എഴുതി. ഇനിയുള്ളതിൽ നോക്കിക്കുക മക്കളെ, ഇവിടെ 3 ഉണ്ട് അല്ലേ? 3 ഉള്ളത് ഒന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ചെയ്ത് വരും? 31 വരും. ഇനി 2 നമ്പേഴ്സാണുള്ളത്, 45 ഉണ്ട് 48 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 45 ആണ് 48 ആണ് ചെറുത്? 45 ആണ്. അപ്പോൾ 45 നമ്മൾ എഴുതി. ഏറ്റവും വലിയ ലാർജസ്റ്റ് നമ്പർ ആയിട്ടുള്ള 48 നമ്മൾ എഴുതി. അപ്പോൾ നോക്കിക്കുക മക്കൾ, 3, 8, 16, 19, 23, 27, 31, 45, 48 അല്ലേ? ഇങ്ങനെയാണ് എന്ത് വരുന്നത്? നമ്പേഴ്സ് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? അപ്പോൾ നേരത്തെ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വലിയ നമ്പർ ഏതാണ് ചെറിയ നമ്പർ ഏതാണ് എന്നൊക്കെ ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മക്കൾക്ക് അറിയെങ്കിൽ ഇത്തരത്തിൽ ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും മക്കൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. ആഡ് 1 ആൻഡ് സേ ദി നമ്പർ എന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് ഒന്ന് കൂട്ടി നിങ്ങളും പറയൂ ആ നമ്പർ ഏതാണെന്നുള്ളത് മക്കളടുത്ത് പറയാനാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കുക മക്കളെ, ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 9 ആണ് തന്നിട്ടുള്ളത് അല്ലേ? നമ്മൾ മലയാളം മീഡിയം പറഞ്ഞതിന് ശേഷം നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ 9ലേക്ക് 1 കൂട്ടിയാൽ എത്രയാവും മക്കളെ? 10 ആവും അല്ലേ? 9ലേക്ക് 1 ചേർത്ത് നമുക്കറിയാം എത്രയാണ്? 10 ആണ്. അടുത്ത് നോക്കിക്കുക മക്കളെ, 19 ആണ് തന്നിട്ടുള്ളത്. 19 എന്ന് പറഞ്ഞാൽ 19 ആണ് അല്ലേ? 19 കഴിഞ്ഞാൽ ഏതാണ്? 19 കഴിഞ്ഞാൽ ഏതാണ് മക്കളെ? ഇവിടെ 20. മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർ 20 എന്ന് എഴുതണം കേട്ടോ. അടുത്തത് ഏതാണ്? 29 ആണ് തന്നത്. അപ്പോൾ അടുത്തത് ഏത് വരും മക്കളെ? 29 കഴിഞ്ഞാൽ നമുക്കറിയാം 30 ആണ്. അടുത്തത് 39 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏതാ മക്കളെ വരും? ഏത് വരും? യെസ് 40 വരും അല്ലേ? ഏത് വരും? 40 വരും. പിന്നെ 49 കഴിഞ്ഞാൽ ഏത് വരും മക്കളെ? 50 ആണ് വരുന്നത്. 59 കഴിഞ്ഞാൽ ഏത് വരും? 60 വരും. 69 കഴിഞ്ഞാൽ ഏത് വരും മക്കളെ? 70. മക്കൾ പറയണം കേട്ടോ മിസ് നമ്പർ പറയുന്ന സമയത്ത് നെക്സ്റ്റ് നമ്പർ ഏതാണെന്നുള്ളത്. അടുത്തത് 79 കഴിഞ്ഞാൽ ഏത് വരും മക്കളെ? പറഞ്ഞേ. 79 കഴിഞ്ഞാൽ 80 വരും. അടുത്തത് 89 കഴിഞ്ഞാൽ ഏത് വരും മക്കളെ? യെസ് 90 വരും അല്ലേ? എത്രയാണ് വരിക? 90 വരും. 90 കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? 100. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിക്കോ മക്കളെ. 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഇത് മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം?
പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് മുകളിൽ എഴുതിയവയെ ക്രമമായി അക്കത്തിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 നമുക്ക് ഇവിടെ എഴുതി. അടുത്ത് നമുക്ക് 20, പിന്നെ ഇതാണ് 30, 40, 50, 60, 70, 80, 90, 100 നമുക്കവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമ്മൾ ഇംഗ്ലീഷ് മീഡിയംകാരുടെ ടെക്സ്റ്റ് പുസ്തകത്തിലോട്ട് പോകുമ്പോൾ ഇവിടെ 9 കഴിഞ്ഞാൽ പിന്നെ ഏത് തന്നു മക്കളെ? 10 കഴിഞ്ഞു. അടുത്ത 19 ആണ് തന്നത് അല്ലേ? 19 വരുമ്പോൾ അടുത്തത് ഏതാണ് വരിക മക്കളെ? 20 വരും. അടുത്തത് 29 ആണല്ലേ? 29 കഴിഞ്ഞാൽ അടുത്തത് ഏത് വരും മക്കളെ? പറഞ്ഞ് നോക്കിക്കുക. 30 വരും. 39 കഴിഞ്ഞാൽ ഏത് വരും മക്കളെ? നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 30 എന്ന് എഴുതാം. അടുത്തത് 39 കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് വരും? യെസ്, 40 വരും അല്ലേ? 40 വരും. അടുത്തത് 49 കഴിഞ്ഞാൽ ഏത് വരും? 49 കഴിഞ്ഞാൽ ഏത് വരും മക്കളെ? യെസ്, 50 ആണ് വരിക. അടുത്തത് 59 കഴിഞ്ഞാൽ ഏത് വരും? യെസ്, 60 വരും. 69 കഴിഞ്ഞാൽ ഏത് വരും മക്കളെ? 70 വരും അല്ലേ? ഇതാണ് 70 വരും. 79 കഴിഞ്ഞാൽ 80 വരും. ദെൻ 89 കഴിഞ്ഞാൽ 90 വരും. 99 കഴിഞ്ഞാൽ ഏത് വരും? 100 വരും. അപ്പോൾ എല്ലാവരും പറഞ്ഞേ മക്കളെ 10 പറഞ്ഞേ. 10, 20, 30, 40, 50, 60, 70, 80, 90, അടുത്തത് ഏത് വരും? 100. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താണ്? റൈറ്റ് ദി എബോ നമ്പേഴ്സ് ഇൻ ഓർഡർ. അപ്പം പറഞ്ഞ എല്ലാവരും 10 കഴിഞ്ഞിട്ട് 20, 30, 40, 50, 60, 70, 80, 90, അടുത്തത് ഏത് വരും? 100. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? വളരെ ഈസിയാണ്, നമ്മൾ ഓൾറെഡി ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ദെൻ നെക്സ്റ്റ് നമ്മളടുത്ത് ഉത്തരം കണ്ടുപിടിക്കൂ എഴുതൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രവർത്തനം തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ആൻസേഴ്സ്. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചിട്ടുള്ളതാണല്ലേ. അപ്പോൾ 12+3 ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പം മുന്നത്തെ ക്ലാസ് കാണാത്ത കൂട്ടുകാർക്കായിട്ട് മിസ് ഒരിക്കൽ കൂടി പറയാം. ഇങ്ങനെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിൽ വലിയ നമ്പറിന് ആദ്യം മക്കൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മൈൻഡിൽ ഓർത്തിരിക്കുക. വലിയ നമ്പർ ഏതാണ്? 12 ആണല്ലേ? 12 ആണ്. അതിനെ മക്കൾ മൈൻഡിൽ ഓർത്തിരിക്കുക. എന്നിട്ട് നിങ്ങൾ കൈയിൻ്റെ വിരലിൽ എത്ര എടുക്കണം? മറ്റേ നമ്പർ നിങ്ങളുടെ കൈയിൻ്റെ വിരലിൽ എടുക്കണം. എത്രയാണ് മക്കളെ? 3 ആണല്ലേ? അപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ 1, 2 നിങ്ങളുടെ കൈയിൻ്റെ വിരലാണ് മിസ് വരച്ചത് എന്ന് അസ്യൂം ചെയ്യുക കേട്ടോ. ഓക്കെ, 3 വിരൽ നിങ്ങൾ കയ്യിൽ ഉയർത്തി. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ വെച്ചിട്ടുള്ള നമ്പർ ഏതാണ്? 12 ആണ് അല്ലേ? 12 ആണ്. എനിക്ക് 12 കഴിഞ്ഞിട്ടൊന്ന് മക്കൾ എണ്ണിക്കുക. മക്കളെ എണ്ണുന്നതനുസരിച്ച് നിങ്ങൾ നിവർത്തിയിട്ടുള്ള ഓരോ വിരലുകളായിട്ട് മടക്കണം കേട്ടോ. 12 കഴിഞ്ഞിട്ട് എണ്ണിക്കുക മക്കളെ. 13. 13 എന്ന് പറയുമ്പോൾ 3 വിരലിൽ നിന്ന് ഒരു വിരൽ മടക്കണം കേട്ടോ. 13, 14, 15. അപ്പോൾ 12 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 15 ആണ്. 15 ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് മക്കൾ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് നമുക്ക് 9 + 11 ആണ് കിട്ടേണ്ടത് അല്ലേ മക്കൾ? അതുപോലെ ഒന്ന് ആഡ് ചെയ്തേ. 9 നമ്മൾ മൈൻഡിൽ വെച്ചു, 11 നമ്മൾ മൈൻഡിൽ വെച്ചു. 9 എന്ത് ചെയ്യുക? നമ്മൾ കയ്യിലെടുക്കുക അല്ലേ? എന്നിട്ട് 11 കഴിഞ്ഞിട്ട് മക്കളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കി. 11 കഴിഞ്ഞ് 12, 13, 14, 15 അങ്ങനെ മക്കൾ കൗണ്ട് ചെയ്ത് നോക്കിക്കുക. മക്കൾ എത്ര നമുക്ക് കിട്ടും? യെസ്, 20 എന്ന് കിട്ടും അല്ലേ? 20 എന്ന് കിട്ടും. അടുത്തത് മക്കൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. നമ്മൾ ഒരുപാട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അഡീഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ അത് മക്കൾ അതിനനുസരിച്ച് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം മിസ് പറഞ്ഞിട്ടുള്ള ആൻസറുമായിട്ട് മക്കൾ കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റ് ആണോ എന്നറിയാനായിട്ട്. അടുത്ത് നോക്കിക്കുക മക്കളെ. 15 + 4 എത്രയാണ്? 19 ആണ്. അടുത്തത് 7 + 13 എന്ന് പറഞ്ഞാൽ 20 ആണ്. 16 + 2 എന്ന് പറഞ്ഞാൽ 18 ആണ്. അടുത്തത് നമുക്ക് 19 എന്നിവിടെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് 19 കിട്ടുക എന്നുള്ളത് മക്കൾ ഇവിടെ എഴുതണം. നമുക്കറിയാലോ മക്കളെ 10 + 9 എന്താണ്? 19 ആണ് അല്ലേ? അപ്പോൾ അത് തന്നെ മക്കൾ അവിടെ എഴുതിയാൽ മതിയാവും കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ മക്കളെ. ഫൈൻഡ് ആൻഡ് സർക്കിൾ ഇറ്റ് എന്നാണ് അടുത്ത വർക്ക്ഷീറ്റ് കേട്ടോ. ഫൈൻഡ് ആൻഡ് സർക്കിൾ ഇറ്റ്, അതായത് കണ്ടെത്തിയിട്ട് വട്ടമിടാം എന്നുള്ളൊരു പ്രവർത്തനമാണ്. നോക്കിക്കേ മക്കളെ. ആദ്യം എന്താണ്? 65നേക്കാൾ ചെറിയ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 65നേക്കാൾ ചെറുത്. ദ നമ്പർ സ്മോളർ ദാൻ 65 എന്നാണ് ചോദിച്ചത്. ഏതാണ് മക്കളെ 65നേക്കാൾ ചെറുത്?
യെസ്, ഇവിടെ 63 ഉണ്ടല്ലോ, 63 ഉണ്ട്. അടുത്ത് നോക്കിക്കേ മക്കളെ, നമ്പർ ബിറ്റ്വീൻ 25 ആൻഡ് 35, 25നും 35നും ഇടയിലുള്ള നമ്പർ. അപ്പോൾ ഏതൊക്കെ വരും മക്കളെ? 26, 27, 28, 29, 30, 31, 32, 33, 34 വരെയുള്ളതിൽ ഏതൊക്കെ നമ്പേഴ്സാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കുക കേട്ടോ. അപ്പം 25നും 35നും ഇടയിലുള്ള നമ്പർ ഏതാണ് മക്കളെ? ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു 29 ഉണ്ട്, 29. അത് ആ രണ്ട് സംഖ്യകൾക്കും ഇടയിലുള്ളതാണ്. വേറെ ഏതെങ്കിലും അതിന് ഇടയിലുള്ളതാണോ മക്കളെ? അല്ല. അത് നെക്സ്റ്റ് വൺ നോക്കിക്കേ, നമ്പർ ലാർജർ ദാൻ 45 അല്ലേ, 45നേക്കാൾ വലിയ നമ്പർ. ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? 44, 42, 54, 36, 40 അല്ലേ, 44, 42, 54, 36, 40 എന്നാണ് തന്നിട്ട്. അത് 45നേക്കാൾ വലുത് ഏതാണ്? 54 തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, നമ്പർ ഗോട്ട് ബൈ ആഡിങ് 20 ആൻഡ് 20, അതായത് 20ഉം 20ഉം തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന നമ്പർ ഏതാണ് മക്കളെ? 20 + 20 14 ആണ് കേട്ടോ, 40. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, ദി ലാർജസ്റ്റ് നമ്പർ ഇൻ ദി ഗ്രൂപ്പ്. താഴെ തന്നിട്ടുള്ള ഗ്രൂപ്പിൽ ഏറ്റവും വലിയ സംഖ്യ. ഇവിടെ 86, 68, 88, 63, 82. ഏതാണ് മക്കളെ? യെസ്, 8ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലേ. 8ൽ സ്റ്റാർട്ട് ചെയ്ത് 1, 2, 3 നമ്പേഴ്സ് ഉണ്ട്. 86ഉം 88ഉം 82ഉം. അതിലേതാണ് മക്കളെ? യെസ്, ഓഫ് കോഴ്സ് നമുക്കറിയാം 88 ആണ് അല്ലേ, 88. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, നമ്പർ ഗോട്ട് ബൈ ആഡിങ് 40 ആൻഡ് 6 അല്ലേ, 40ഉം 6ഉം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എത്രയാണ് മക്കളെ? 40 + 6, 46. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ്, അതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റൈറ്റ് ദി മിസ്സിംഗ് നമ്പേഴ്സ് എന്നുള്ള ചോദ്യമാണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, അവിടെ നമുക്ക് ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇവിടെ എത്രയാണ് മക്കളെ നമ്പർ തന്നിട്ടുള്ളത്? 16 അല്ലേ, 16, 17, 18 ആയിരിക്കില്ല. അപ്പോൾ അടുത്തത് ഏതായിരിക്കും മക്കളെ? യെസ്, 19, 20, 21. അടുത്ത നമ്പർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 22. ഇനി ഇവിടെ ഒന്ന് വിട്ടു പോയിട്ടില്ലേ? 16ന് തൊട്ട് മുന്നിലുള്ള നമ്പർ ഏതാണ്? 15 ആണല്ലേ, 15 ആണ്. ഇനി അടുത്ത് നോക്കിക്കുക മക്കളെ, ഇവിടെ 33 ഉണ്ട്, ഇവിടെ 32 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്പേഴ്സ് ഇങ്ങനെ കുറഞ്ഞു വരിക. 33 ഉള്ളത് 32ആയി. അടുത്തത് എത്രയായിരിക്കും മക്കളെ? അതിന് തൊട്ട് പിന്നെയുള്ളത് ഏതാണ്? 31. ദെൻ ഏത് വരും? 30 വരും. അടുത്തത് ഏത് വരും? 29 വരും. പിന്നെ 28 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇവിടെ 28 വന്നു, 29, 30, 31, 32, 33 വന്നാൽ ഇവിടെ ഏത് വരും? 34 വരും. ഇവിടെ 35 വരും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള നമ്പർ 10 ആണ്. പിന്നെ 10ലേക്ക് 2 കൂട്ടിയിട്ട് 12 ആണ് അല്ലേ. നമ്മളത് പഠിച്ചതാണല്ലേ, 2 വിധം ചേർത്ത് പറയാനായിട്ട്. അപ്പോൾ 10, 12, പിന്നെ ഏത് വരും? 2 ചേർന്നിട്ട് 14, 16, 18, 20, 22, 24 എന്ന് വരും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കൾ, അവിടെ നമുക്ക് 2 വീതം തന്നെയാണ് അവിടെ വ്യത്യാസം വരുന്നത്, പക്ഷേ നമ്മൾ പഠിച്ച ആ ഒരു രീതിയിലല്ല. നോക്കിക്കേ മക്കളെ, ഇവിടെ ആദ്യം നമുക്ക് 13 ആണ് തന്നത് അല്ലേ, 13 ആണ് തന്നത്. 13 പിന്നെ എന്തായിട്ട് മാറി? 11 ആയിട്ട് മാറി. അതായത് അതിൽ നിന്ന് 2 എണ്ണം എന്ത് ചെയ്തു? കുറഞ്ഞിട്ടുണ്ട് അല്ലേ. 11 വീണ്ടും 2 എണ്ണം കുറഞ്ഞിട്ട് 9 ആയി. 9ൽ നിന്ന് വീണ്ടും 2 എണ്ണം കുറഞ്ഞിട്ട് 7 ആയി. 7ൽ നിന്ന് വീണ്ടും 2 എണ്ണം കുറഞ്ഞാൽ എത്രയാവും മക്കളെ? 5 ആവും. 5ൽ നിന്ന് വീണ്ടും 2 എണ്ണം കുറഞ്ഞാൽ 3 ആവും. 3ൽ നിന്ന് വീണ്ടും 2 എണ്ണം കുറഞ്ഞാൽ അവിടെ എത്രയാവും? 1. അപ്പോൾ 1, 3, 5, 7, 9, 11, 13 എന്ന് കിട്ടിയില്ലേ. അടുത്തത് ഇവിടെ എത്ര വരും? 13ലേക്ക് 2ഉം കൂടിയും ചേർത്തിട്ട് 15 എന്ന് വരും. ക്ലിയർ ആയിട്ടുണ്ടോ? ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, അവിടെ 35 മാത്രമാണ് തന്നത്. മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ പൂർത്തിയാക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5ൻ്റെ വ്യത്യാസത്തിൽ തന്നെ നമുക്കത് പൂർത്തീകരിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ 35 ആണെങ്കിൽ അതിലേക്ക് 5 ചേരുമ്പോൾ എത്രയാണ് മക്കളെ? 40. പിന്നെയോ 45, 50, 55 അല്ലേ. ഇവിടെ 35ൽ നിന്ന് 5 പോയാൽ നമുക്കറിയാം 30. പിന്നെ 25, 25 5 പോയാൽ 20 വരും അല്ലേ. 20, 25, 30, 35, 40, 45, 50, 55. ഈ രീതിയിലാണ് ആ ഒരു പാറ്റേൺ പൂർത്തീകരിക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി വളരെ സിമ്പിളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ് അടുത്തത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അതായത് നമുക്ക് അവിടെ ഒരു ബൾബ് ഷൂട്ട് പറഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പ്രവർത്തനമുണ്ട്. അത് മിസ് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരികയാണ് കേട്ടോ. അവിടെ ഒന്നുമില്ല, നമ്മൾ കണ്ടോ മക്കളെ, ആദ്യം 50 എന്നുള്ള നമ്പറാണല്ലേ, 50 എന്നുള്ള ആ ഒരു നമ്പർ കിട്ടാനായിട്ട് നമ്മളവിടെ എത്ര ബൾബുകളാണ് ചെയ്യേണ്ടത് മക്കളെ? എത്ര 10കളാണ്? ഓരോ ബൾബുകളും ഓരോ 10ആണ്. അപ്പോൾ അതിൽ എത്ര 10കളാണ് മക്കളെ? നമുക്കറിയാം 50 എന്ന് പറയുമ്പം 5 10കളാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 5 എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്തു? നമ്മൾ ലൈന് വരച്ചിട്ടുണ്ട് അല്ലേ. 1, 2, 3, 4,
5. അതുപോലെ നമുക്ക് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? 30, 80, 20, 40 എന്നിങ്ങനെയാണ് അല്ലേ? അത് മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് മിസ്സ് പറയാത്തത്. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ മിസ്സ് അതെന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജോയിൻ ആൻഡ് കളർ എന്നതാണ്. അതായത് ക്രമത്തിൽ വരച്ചു ചേർക്കാം, നിറം നൽകാം എന്നുള്ള പ്രവർത്തനമാണ്. അതും വളരെ ഈസി ആയിട്ടുള്ളതാണ്. മിസ് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. കൊത്തുകൾ ക്രമമായി വരച്ച് യോജിപ്പിക്കൂ, നിറം നൽകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ മക്കൾ, ഇവിടെ 10 ആണുള്ളത് അല്ലേ? 10 ഇതിലേക്ക് വരും 20, 20, 30, 30ൽ നിന്ന് 40ലേക്ക് പോവും, 40ൽ നിന്ന് 50, 50ൽ നിന്ന് 60, 60ൽ നിന്ന് 70, 70ൽ നിന്ന് 80, 80ൽ നിന്ന് 90, 90ൽ നിന്ന് 100ലോട്ട് പോകും അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് പിക്ചർ വരിക. അടുത്തത് ക്രമത്തിൽ വരച്ചു നിറം നൽകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, അവിടെ നമുക്ക് 39 മുതലാണ് തന്നിട്ടുള്ളത് അല്ലേ? 39 എന്താവും? 10 ചേർത്താൽ 39 എന്നുള്ളത് 49, 49, 59, 59, 69, 69, 79 ഈ രീതിയിൽ വരും. ഇനി അടുത്ത് നമുക്ക് 51 എന്നാണ് തുടങ്ങുന്നത്. 51ൽ നിന്ന് 61, പിന്നെ 71, 81 വരും, പിന്നെ 91. അപ്പം ഇത്തരത്തിലാണ് ആ ഒരു പിക്ചറും വരിക കേട്ടോ. മക്കളത് വരയ്ക്കുക, എന്നിട്ട് അതിനനുസരിച്ച് മക്കൾ നിറവും നൽകുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അലമാറയിലെ കൂട്ടുകാർ, ഫ്രണ്ട്സ് ഇൻ ദി ഷെൽഫ് എന്ന പാഠഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഓൾറെഡി ചിലപ്പോൾ സ്കൂളിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മക്കൾ നന്നായിട്ട് നോക്കുക. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്തെയാണ്? ആഡ് ചെയ്യാനായിട്ടുള്ളത് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ 5 ഡിഫറൻസ് വരുന്ന സംഖ്യകൾ അല്ലേ? 5, 10, 15, 20, 25 എന്ന് പറയുന്നത് അത് മിസ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ. 5 ഡിഫറൻസിൽ പറഞ്ഞ് പഠിക്കുന്നത്. അതുപോലെ തന്നെ 2ൻ്റെ ഡിഫറൻസിൽ 2, 4, 6, 8 അല്ലേ? 2, 4, 6, 8, 10, 12 എന്ന് പറഞ്ഞിട്ട് 2ൻ്റെ ഡിഫറൻസിൽ എണ്ണിയിട്ട് മക്കൾ പഠിക്കുകയും വേണം കേട്ടോ. അത് മിസ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക. അത് മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പറഞ്ഞ് പഠിക്കുക. അതിന് ശേഷം മക്കൾ അത് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് വോയിസ് അയക്കുകയും വേണം കേട്ടോ. അതായത് 2ൻ്റെ ഡിഫറൻസ് വരുമ്പോൾ 2, 4, 6, 8, 10, 12, 14, 16 എന്ന് വന്നിട്ട് 100 വരെ മക്കൾ പറയണം. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് കംഫർട്ട് മലയാളത്തിൽ പറയാനാണെങ്കിൽ ആ രീതിയിൽ പറയാം കേട്ടോ. അതുപോലെ തന്നെ 5 വ്യത്യാസം വരുന്ന രീതിയിൽ 5, 10, 15, 20, 25, 30, 35, 45 എന്നിങ്ങനെ തുടങ്ങിയിട്ട് അതും മക്കൾ എന്ത് ചെയ്യണം? 100 വരെ പറഞ്ഞിട്ട് ഗ്രൂപ്പിലോട്ട് വോയിസ് അയക്കണം കേട്ടോ ക്ലാസ്സിന് ശേഷം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.